ഹായ്, ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഐഷാസ് ഫ്ലവേഴ്സ്. പിന്നെ ഇന്ന് ഞാനൊരു മത്തങ്ങ പായസം ഉണ്ടാക്കുകയാണ്. ഒരു പഴുത്ത മത്തൻ്റെ ഹാഫ് കഷ്ണം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാനതൊരു മത്തങ്ങ ഒരു പായസം വെക്കാൻ വിചാരിച്ചു. മത്തങ്ങ കഴുകി നുറുക്കി കുക്കറിലേക്ക് ഇട്ട് എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. കുക്കറിലാണ് വെക്കുന്നത്, അറിയാലോ, ഗ്യാസിൻ്റെ ക്ഷാമം. നല്ലോണം മത്തങ്ങ വെന്തതിന് ശേഷം അത് മാറ്റി വെച്ച് ഉടച്ചു വെച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് കുക്കറിലേക്ക് നല്ല നെയ്യ് ഒഴിച്ചും ആ നെയ്യിനകത്ത് നമ്മൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നോട് സഹകരിക്കണേ. എന്നിട്ട് എൻ്റെ എല്ലാ റെസിപ്പിയും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാ റെസിപ്പി നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. നമുക്ക് കൂട്ടുകൂടാം. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക്, വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളതെന്ത് ചെയ്യാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതൊക്കെ വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ബാക്കി വരുന്ന നെയ്യ് ഉണ്ടാവുമല്ലോ, ആ നെയ്യിനകത്തേക്ക് നമ്മൾ ഈ മത്തങ്ങ ഇടണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ടുള്ളതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ല വിശപ്പായിരിക്കില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച മത്തനം ഒന്ന് ഉടച്ചു കൊടുക്കണം, കുറച്ച് കടിക്കാനും കിട്ടണം. എന്നിട്ട് നമ്മൾ ഈ നെയ്യിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റണം കേട്ടോ. പാല് ഞാൻ തേങ്ങാപ്പാലല്ല, അത് പശുവിൻ പാലാണ്. പശുവിൻ പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് കാച്ചി വെക്കണം കേട്ടോ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ ആ പച്ച കുത്തുണ്ടാവും, നന്നായിട്ട് കാച്ചി വയ്ക്കുക. എന്നിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കരയുടെ പാനി നമ്മൾ അരിച്ചതിനകത്തേക്ക് ഒഴിക്കണം. കുറച്ച് ഉപ്പിടണം, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാനാണ്. ഒന്ന് ഉപ്പിടുന്നത് വളരെ നല്ലതാണ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. അതേപോലെ തന്നെ ഏലക്കായ ചതച്ചിടണം. ഏലക്കായ ഞാനിവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കടിക്കുന്നത് ഇഷ്ടമാണ് ഏലക്കായയുടെ ചെണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചവ്വരി ഉണ്ടാവില്ല, ചവ്വരി ഒന്ന് കുതിർത്തി വെച്ചിരുന്നു. ചവ്വരി ഒരു മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചപ്പോൾ നന്നായി വീർത്ത് വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടെടുത്താൽ മതി. ഇതിനകത്ത് ഇട്ടെടുത്ത് ഞാൻ കടന്ന് വെന്തോളും. കുതിർക്കാതെ വെച്ചാൽ നമുക്കത് വേവാൻ കുറച്ച് പ്രയാസമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഈ മത്തൻ്റെ കറി എന്ന് പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഈ ചവ്വരി ഇട്ടത് കൊണ്ട് ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറുകും. നമ്മളിങ്ങനെ തിളച്ച് വരുമ്പം ഒരു ലൂസ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പാകത്തിൽ നമ്മൾ കഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കും ഈ പായസം ഉണ്ടാകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് മധുരം എത്രയാണ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇവിടെ വലിയ മധുരം ഇഷ്ടമില്ല, അപ്പം ഞാൻ ഇളം മധുരമാണ് ഇവിടെ ഇടുന്നതുള്ളൂ കേട്ടോ. എന്നിട്ട് ഏലക്കായ ഇങ്ങനെ പൊടിയല്ല ഇട്ടത്, മക്കൾക്ക് ആ ഏലക്കായ കഴിക്കുന്നത് ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ കാച്ചിയ പാൽ അതിനാവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്തു. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാമെന്ന് വെച്ചിട്ട്, അപ്പോൾ പിന്നീട് എനിക്ക് ഒഴിക്കേണ്ടി വന്നില്ല. ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കുടിക്കുന്ന അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് തിളയ്ക്കണം, നന്നായിട്ട് തിളച്ച് വരണേ. അടി പിടിക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ സ്റ്റീലിൻ്റെ കുക്കറാണ്, നമ്മൾ അടി പിടിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസിനൊക്കെ നല്ല ക്ഷാമം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.